നടി പാർവതി തിരുവോത്തിനെതിരെ മാലാ പാർവതി ഹേമ കമ്മിറ്റിയിൽ സർക്കാർ എന്തു ചെയ്തെന്ന പാർവതി തിരുവോത്തിന്റെ ചോദ്യത്തിനാണ് മറുപടി. സർക്കാരിനെതിരെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരവാദിത്തം കാണിക്കണം. മറ്റൊരു സംസ്ഥാനങ്ങളിലും ചെയ്യാത്ത കാര്യങ്ങൾ സിനിമാ മേഖലയിൽ കേരള സർക്കാർ ചെയ്തിട്ടുണ്ട് എന്ന് മാലാ പാർവതി FBയിൽ കുറിച്ചു. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും അവസാനിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നടി പാർവതി തിരുവോത്ത് സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത്. അത് നമുക്കറിയാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ നടിയാക്രമണ കേസിന് പിന്നാലെയാണ് ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ പല പ്രമുഖർക്കെതിരെയും ചലച്ചിത്ര താരങ്ങൾ, നടിമാർ ആരോപണം ഉന്നയിച്ചിരുന്നു. പിന്നീട് ഏകദേശം 35ഓളം കേസുകൾ പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തതാണ്. പക്ഷേ ഇവിടെ അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകാൻ പലരും താല്പര്യം പ്രകടിപ്പിച്ചില്ല. മാത്രമല്ല, പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് ഈ ചലച്ചിത്ര താരങ്ങൾ തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ എന്താണിപ്പോൾ ഈ പാർവതി തിരുവോത്ത് ഉന്നയിച്ച ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. കാരണം ഇവിടെ സർക്കാർ ഇത്രയധികം വാഗ്ദാനങ്ങൾ, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പല പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടും എന്ത് നടപടി സിനിമാ മേഖലയ്ക്ക് വേണ്ടി ചെയ്തു എന്ന ചോദ്യം അത് പ്രസക്തമാണ്. പക്ഷെ ഇവിടെ മാലാ പാർവതി അവർക്കെതിരെ, ഈ പാർവതി തിരുവോത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ച് രംഗത്തെത്താനുള്ള കാരണം എന്താണ്? ടോം ചോദിച്ച കാര്യം വളരെ പ്രസക്തമാണ്. കാരണം 5.5 വർഷം മുമ്പ് ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചതിന് ശേഷം ഇതുവരെ അതിനൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള നടി പാർവതി തിരുവോത്തിന്റെ ചോദ്യം പ്രസക്തമാണ്. അതേസമയം തന്നെ മാലാ പാർവതി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഒരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അതിൽ എന്ത് നടപടിയാണ് ഉണ്ടാവുന്നത്? ആ നടപടി ഉണ്ടാവണമെങ്കിൽ, അതിൽ പോലീസ് കേസിന് പോകണമെങ്കിൽ ആ മൊഴി കൊടുത്തവർ, ഈ കമ്മിറ്റിക്ക് മുമ്പ് മൊഴി കൊടുത്തവർ പോലീസിന് മൊഴി കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ഈ മലയാള സിനിമയിലെ ഈ പല പ്രമുഖരായിട്ടുള്ള ആൾക്കാരും ഈ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ കൊടുത്ത മൊഴി കേരള പോലീസിന് മുന്നിൽ കൊടുക്കാൻ തയ്യാറായില്ല. അതിന് പലരും പല രീതിയിലുള്ള വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവർക്ക് കേസിന് പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇതിന് ആരെങ്കിലും ശിക്ഷിക്കാനോ രക്ഷിക്കാനോ വേണ്ടിയല്ല ഇത്തരത്തിൽ മൊഴി കൊടുത്തത്. മലയാള സിനിമയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരാനും സമൂഹത്തിലേക്ക് കൊണ്ടുവയ്ക്കാനും ആ പ്രശ്നങ്ങൾ മാറ്റി, ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റിയിലേക്ക് തങ്ങൾ മൊഴി കൊടുത്തത് എന്നുള്ളതാണ് ഈ നടി പാർവതി അടക്കമുള്ള ആൾക്കാരുടെ വിശദീകരണം. എന്നാൽ ഇത് കേരള പോലീസിലേക്ക് എത്തുമ്പോൾ പോലീസ് ഒരു കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളും മൊഴികളും ഹാജരാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് മാത്രമേ കേസ് മുന്നോട്ട് പോകുള്ളൂ. ആ ഒരു സാങ്കേതികത്വം നിലനിൽക്കുമ്പോഴാണ് കേരള പോലീസ് ഇനി കേസുമായി മുന്നോട്ട് പോവേണ്ടതില്ല എന്നുള്ള രീതിയിലേക്ക് തീരുമാനമെടുക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ നടി പാർവതി തിരുവോത്ത് സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ച് രംഗത്തെത്തിയിരുന്നത്. ഇപ്പോൾ നടി പാർവതി തിരുവോത്ത് മുഖ്യമന്ത്രിയോട് ചോദിച്ചത്, 5.5 വർഷമായല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട്, എന്തെങ്കിലും തീരുമാനമായോ? ഇതാണ് ചോദിച്ചത്. മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്, 5.5 വർഷമായി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ആ റിപ്പോർട്ടിന്മേൽ എന്ത് തീരുമാനമാണ് എടുത്തത്? ഇനിയും നമുക്ക് ധൃതിയില്ല, ഇനിയും നമ്മൾ കാത്തിരിക്കാമെന്നുള്ള രീതിയിൽ ഒരു പരിഹാസ രൂപേണ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചു. അതിന് പിന്നാലെ നടി പാർവതിക്കെതിരെ നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കേസാകുമ്പോൾ അതിൽ മൊഴി വേണം, അതിൽ സാക്ഷി വേണം, അതിൽ ഹാജരാവണം, അതിനനുസരിച്ച് പോലീസിൻ്റെ നടപടികളോട് സഹകരിക്കണം. അങ്ങനെ ഒരു തരത്തിലും സഹകരിക്കാതെ, ഒരു തരത്തിലും എന്തെങ്കിലും ഇവിടെ ഒരു മൊഴി കൊടുത്തതിൻ്റെ പേരിൽ മാത്രം, ഹേമ കമ്മിറ്റിയിൽ ഒരു മൊഴി കൊടുത്തതിൻ്റെ പേരിൽ മാത്രം സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ പല വിമർശനങ്ങളും നടി പാർവതി തിരുവോത്തിന് നേരിടേണ്ടി വന്നു. അതേ വിമർശനമാണ് ഇപ്പോൾ നടി മാലാ പാർവതിയും ഉന്നയിച്ചിരിക്കുന്നത്. നടി പാർവതി തിരുവോത്തിന് തുറന്ന കത്തെഴുതിയിരിക്കുകയാണ് മാലാ പാർവതി. അതായത് മാലാ പാർവതി വളരെ വിചിത്രമായിട്ടുള്ള കാര്യം അഭിലാഷ്. കാരണം ഇവിടെ ഒരു സ്ത്രീപക്ഷവാദം ഉയർത്തുന്നവരാണ് പാർവതി തിരുവോത്തും അതുപോലെ തന്നെ മാലാ പാർവതിയും. പക്ഷെ ഇവിടെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ നടിമാർ പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാതിരുന്നത്, കൃത്യമായി മൊഴി നൽകാതിരുന്നത്. കാരണം വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടായതാണ്. മാത്രമല്ല, ഈ പ്രമുഖ ചലച്ചിത്ര താരങ്ങൾക്കെതിരെ മൊഴി നൽകിക്കഴിഞ്ഞാൽ സിനിമയിൽ അവസരം നിഷേധിക്കപ്പെടുമെന്ന് പോലും പലർക്കും ഭയമുണ്ട്. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ ഇവർ മുന്നോട്ട് പോകാതിരുന്നത്. മാത്രമല്ല, സൈബറുടെ അത്രയധികം ആക്രമണം നേരിട്ടിരുന്നു ഈ പല നടിമാരും, ഈ പരാതി ഉന്നയിച്ച പല നടിമാരും വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ
പാർവതി തിരുവോത്തിനെതിരെ പോലും സൈബറിടത്ത് ഈ സർക്കാരിനെ വിമർശിച്ചതിന് സൈബറിടത്ത് വലിയ രീതിയിൽ ആക്ഷേപമുണ്ടായതാണ്. ഈ മാലാ പാർവതി പറയുന്നത് പോലെ ഉള്ള ആ വാദങ്ങൾക്ക്, മാലാ പാർവതിയുടെ വാദങ്ങൾക്ക് ഇവിടെ എന്ത് പ്രസക്തിയാണുള്ളത്? കാരണം ഇവിടെ സർക്കാർ ഒപ്പം നിൽക്കേണ്ട, അല്ലെങ്കിൽ ഇവിടെ അന്വേഷണ സംഘം ചേർത്ത് നിർത്തേണ്ട, സിനിമാ മന്ത്രിയൊക്കെ ഈ നടിമാരെ, ഈ ഇരകളെ ചേർത്ത് നിർത്തേണ്ടതാണ്. അതിന് പകരം അവരാക്രമിക്കുന്ന സാഹചര്യമല്ലേ ഉണ്ടായത്? ശരിയാണ് ടോം പറഞ്ഞത്. ഇത്തരത്തിൽ മലയാള സിനിമയിൽ, അതായത് മലയാളത്തിൻ്റെ വളരെ മലയാള സിനിമയുടെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ വലിയൊരു സാമ്പത്തിക സ്രോതസ്സാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. വലിയൊരു വ്യവസായമാണ്. ആ വ്യവസായത്തിൽ ഇത്തരത്തിൽ സ്ത്രീകൾ വലിയ അനീതികൾ നേരിടുന്നുണ്ടെന്ന് അവർ തന്നെ ഒരു കമ്മിറ്റിയുടെ മുന്നിൽ പറയുമ്പോൾ അവർക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണം നൽകേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷേ ആ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അവർ നിർവഹിക്കാൻ തയ്യാറാകുമ്പോൾ അതേസമയം തന്നെ കേസെടുക്കാനും കൂടി കേരള പോലീസ് തയ്യാറായിട്ടുണ്ട്. പക്ഷേ ആ കേസെടുക്കുന്ന സമയത്ത് ആ കേസിന് വേണ്ട മൊഴികളും സാക്ഷികളും ഒന്നും സർക്കാരിനും അല്ലെങ്കിൽ പോലീസിന് മുന്നിലേക്ക് എത്തുന്നില്ല എന്നുള്ളിടത്താണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് ഈ വിഷയത്തിൽ മാലാ പാർവതി തന്നെ പറയുന്നുണ്ട്, കോടതിയിൽ പോയാൽ സിനിമയിൽ അവസരം നഷ്ടപ്പെടുത്തും, വെച്ചേക്കത്തില്ല, അതുകൊണ്ട് മൊഴി കൊടുത്തത് തന്നെ ധാരാളം, ഇത് ഇത്രയും ചെയ്തത് മതി, ഇനി നടപടി ഉണ്ടാവട്ടെ എന്നൊരു നിലപാടാണ് WCC അടക്കം അല്ലെങ്കിൽ നടി പാർവതി തിരുവോത്ത് അടക്കം ഉള്ളവർക്കുള്ളത് എന്ന് പരോക്ഷമായി തന്നെ ഈ പോസ്റ്റിൽ കുറിക്കുന്നുണ്ട് മാലാ പാർവതി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ കുഴക്കിയിരിക്കുന്നത്. ഒരു തരത്തിലും നിയമ നടപടി എടുക്കാനായിട്ട് ആരും മൊഴി കൊടുക്കുന്നില്ല. ഏതെങ്കിലും തങ്ങളെ ഉപദ്രവിച്ചവർക്കെതിരെ പോലീസിന് നിയമപരമായി പോലീസിലേക്ക് പോകാൻ ആരും തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ സാങ്കേതികമായി കേരള പോലീസിന് ഇടപെടുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട്. കാരണം ഇങ്ങനെ ഒരു കേസെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കോടതിയിൽ ചെല്ലുമ്പോൾ കോടതി സ്വാഭാവികമായിട്ടും ചോദിക്കും, പരാതിക്കാരെവിടെ, സാക്ഷികളെവിടെ, മൊഴി എവിടെ, എന്താണ് ഇതിന് ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുള്ളതിൽ എന്താണ് തെളിവ് എന്ന് കോടതി ചോദിച്ചാൽ പോലീസ് അവിടെ കുഴങ്ങും. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പോലീസ് ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസുകളിലേക്ക് പോകണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ നടി പാർവതി തിരുവോത്തിനെതിരെ ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതിൽ സ്വാഭാവികമായിട്ടും മാലാ പാർവതിയുടെ പോസ്റ്റിന് സ്വാഭാവികമായിട്ടും തീർച്ചയായും അഭിലാഷിലേക്ക് എത്താം. അതിനു മുൻപ് മന്ത്രി സജി ചെറിയാൻ പാർവതി തിരുവോത്തിന് മറുപടിയുമായി മാധ്യമങ്ങൾക്ക് മുൻപാകെ രംഗത്തെത്തിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നാണ് സജി ചെറിയാൻ ആരോപിച്ചത്. കമ്മിറ്റിയിലെ നടപടികൾ വിശദീകരിക്കാൻ വാർത്താ സമ്മേളനം വിളിക്കും. മുഖ്യമന്ത്രി പ്രത്യേകം താല്പര്യമെടുത്താണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ സിനിമാ നയം വരുന്നതും നിയമ നടപടികളിലേക്ക് പോകുന്നതും നിയമനിർമ്മാണം നടത്തുന്നതും അടുത്ത മാസം കോൺക്ലേവ് നടത്തുന്നതും എല്ലാം അതിന്റെ ഭാഗമാണ്. ഇതൊക്കെ അറിയാത്ത ആളുകളല്ല ഇങ്ങനെയുള്ള ചില കമന്റുകൾ പറയുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുൻകൈ എടുത്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി തന്നെ രൂപപ്പെട്ടത്. അവർ തന്ന റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് വിശദമായ ഒരു കുറിപ്പ് തരുന്നുണ്ട്. വിശദമായ ഒരു കുറിപ്പ് തരുന്നുണ്ട്. വീണ്ടും അഭിലാഷിലേക്ക്. അഭിലാഷ്, മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യമെടുത്താണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചതെന്ന് മന്ത്രി പറയുന്നുണ്ട്. സിനിമാ നയത്തിനായി അടുത്ത മാസം കോൺക്ലേവ് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയും വലിയ രീതിയിൽ അനീതി നേരിടുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ ഇരകൾക്കിപ്പോഴും നീതി കിട്ടിയിട്ടില്ല എന്നൊരു വിമർശനം ഉയരുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രി താല്പര്യമെടുത്ത് രൂപീകരിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്ര വർഷത്തോളം അത് പൂഴ്ത്തിവെച്ചു. മാധ്യമങ്ങൾ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ട് പോലും പുറത്തു വന്നത്. അവിടെയും ആ പേരുകൾ, അതായത് ആരോപണ വിധേയരായിട്ടുള്ളവരുടെ പേരുകൾ പുറത്തുവിടുന്ന കൃത്യമായ നിർദ്ദേശമുണ്ടാകുന്നു. അങ്ങനെ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. മാധ്യമങ്ങൾ ഇത്രയധികം ഇടപെട്ടതുകൊണ്ടാണ് പല നടിമാരും, ഇരകളും പരസ്യമായി പ്രതികരിക്കാൻ പോലും തയ്യാറായത്. ഈ സിനിമാ നയത്തിനായി രൂപീകരിക്കുന്ന ആ കോൺക്ലേവിൽ ഈ വനിതാ താരങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് കൃത്യമായ ഒരു പരിരക്ഷ സിനിമാ മേഖലയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? സിനിമാ മേഖലയിലെ പ്രത്യേകിച്ച് സ്ത്രീപക്ഷ വാദങ്ങൾ ഉയർത്തുന്ന ആളുകൾ എത്രത്തോളം പ്രതീക്ഷയോടെയാണ് ഈ കോൺക്ലേവിനെ കാണുന്നത്? അഭിലാഷ്. ടോം പറഞ്ഞതുപോലെ ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞു, മലയാള സിനിമാ രംഗത്തേക്ക് സർക്കാർ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. എല്ലാവർക്കും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കോൺക്ലേവുകളും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഇത്തരം വിമർശനങ്ങൾ വരുന്നത് ഇവർക്കാർക്കും ഈ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടല്ല എന്ന്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മാലാ പാർവതി ഈ കേസുമായി മുന്നോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുത്തി മുന്നോട്ട് വന്ന സമയത്ത് അവർക്കുണ്ട അനുഭവം അവർ തുറന്നു പറയുന്നുണ്ട്. അതായത്
കേസുമായി മുന്നോട്ട് പോകാൻ താൻ കോടതിയിലേക്ക് എത്തിയപ്പോഴും അതിൽ താൻ മൊഴി കൊടുത്തത് പുറത്തായപ്പോൾ അത് നിയമ നടപടിയിലേക്ക് പോയപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും, അതായത് WCC അടക്കമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും, അജിത അടക്കം അവരെ ശാസിച്ചുവെന്നും താൻ പേടിച്ചു പോയെന്നുമൊക്കെയുള്ള തൻ്റെ അനുഭവം കൂടി മാലാ പാർവതി പോസ്റ്റിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നിയമ നടപടിയുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. ഇതുപോലെ മാലാ പാർവതിയെ പോലെ പലരും മുന്നോട്ട് വരാൻ നിന്നെങ്കിൽ പോലും മാലാ പാർവതിക്കുണ്ടായ അനുഭവം കാരണം പലരും പിന്നോട്ട് പോയി എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതേസമയം ഇപ്പോൾ മലയാള സിനിമയിലെ നടിമാരെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ സ്ത്രീകൾക്ക് എങ്ങനെ സംസ്ഥാന സർക്കാർ സുരക്ഷ ഒരുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത്തരം കോൺക്ലേവ് വഴി എന്തൊക്കെയാണ് ഇവിടെ മേഖലയിലുള്ള പ്രശ്നങ്ങളെന്ന് സർക്കാർ നേരിട്ട് കേൾക്കുകയും ആ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് പുതിയ തീരുമാനങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് നടിമാർക്ക്, പ്രത്യേകിച്ച് നടിമാർക്ക് വാഷ്റൂം സൗകര്യം സിനിമാ സെറ്റിൽ കൊണ്ടുവരണം, ICC ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി കൊണ്ടുവരണം, അവരുടെ ഗ്രീവിയൻസ് കേൾക്കാൻ അവിടെ ആളുണ്ടാവണം, ഓരോ സെറ്റിലും ഉണ്ടാവണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സർക്കാർ ഇടപെട്ടാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നത്. അതുപോലെ ഇതിൽ കൂടുതലായിട്ടുള്ള ഇപ്പം പല നായികമാർക്കും സ്ത്രീകൾക്കുമൊക്കെ സിനിമ ഫീൽഡിൽ നിന്ന് ഒരുപാട് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ ഈ കോൺക്ലേവ് വെച്ച് അതിൽ ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് സംഘടനാ നേതാക്കളുടെയും അഭിപ്രായങ്ങൾ കേട്ട് തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ സർക്കാർ നിൽക്കുന്നത്. ഇതിനിടയിൽ സർക്കാർ കേട്ട ഏറ്റവും രൂക്ഷമായ വിമർശനം എന്ന് പറയുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷവും ഇത്തരത്തിൽ പല പേരുകളും ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ അവർ തയ്യാറായില്ല. സർക്കാർ റിപ്പോർട്ട് മറച്ചുവെച്ചു, അല്ലെങ്കിൽ അത് പുറത്തുവിടാൻ തയ്യാറായില്ല. അത് പിന്നെ വലിയ രീതിയിലുള്ള മാധ്യമ സമ്മർദ്ദം കൊണ്ടാണ് അത് റിപ്പോർട്ട് പുറത്തുവിടേണ്ടി വന്നത്. റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏവരും ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വന്നു. അതിൽ പക്ഷേ പ്രമുഖരായിട്ടുള്ള പല നടന്മാരുടെയും പേരുകൾ പുറത്തുവിടരുതെന്നുള്ള രീതിയിൽ നിർദ്ദേശമുണ്ടായി. അങ്ങനെ പലരുടെയും നമ്മളുടെയൊക്കെ വിഗ്രഹങ്ങൾ നമ്മളുടെയൊക്കെ മനസ്സിലുള്ള വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോകുന്ന തരത്തിൽ പലരുടെയും പേരുകൾ പുറത്തു വരുമെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വന്നിരുന്നെങ്കിലും പിന്നീട് അതൊന്നും ഉണ്ടായില്ല. പക്ഷേ അതൊന്നും അല്ല ആവശ്യം. നമുക്ക് വേണ്ടത് സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടാവണം, സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ കഴിയണം എന്നുള്ള ഒരു ആവശ്യമാണ് സ്ത്രീകൾ ഉന്നയിക്കുന്നത്, സിനിമാ മേഖലയിലെ നടിമാർ അല്ലെങ്കിൽ സ്ത്രീകൾ ഉന്നയിക്കുന്നത്. അതിനാണ് സർക്കാർ മുൻതൂക്കം നൽകുന്നത്. അല്ലാതെ ആൾക്കാരെ ഇപ്പം മുൻകാലത്ത് ചെയ്ത തെറ്റുകൾ, ഇപ്പോൾ സിദ്ദിഖിനെതിരായിട്ടുള്ള ഒരു കേസ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നത്. ബാക്കിയൊന്നും അങ്ങനെ എല്ലാവരും വന്നതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. അപ്പോൾ ഇനി സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ഇത്തരത്തിൽ ദുർബലമായ കേസുകൾ വരുന്നതിനേക്കാൾ നല്ലത് ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ ഇതിനിടയിൽ ഇപ്പോൾ സർക്കാരിന് രൂക്ഷമായ വിമർശനം കേൾക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും വ്യക്തമാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇപ്പോഴും ഒരു പരിഹാരമുണ്ടായിട്ടില്ല. അതിനുവേണ്ടി സിനിമാ കോൺക്ലേവ് അടുത്ത മാസം സംഘടിപ്പിക്കുന്നുണ്ട്. അതിലാണ് ഇനി ഈ ചലച്ചിത്ര താരങ്ങളുടെ പ്രതീക്ഷ.